ഞാൻ ഈ GT മേടിച്ചിട്ടുണ്ടല്ലോ, ഇതുമൊരു മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്യാനായിട്ട് കുറേ നോക്കി നടന്നു. ഇതിൻ്റെ ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിലായതുകൊണ്ട് ഈ നോർമൽ മൊബൈൽ ഹോൾഡറൊന്നും ഇതുമേ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കി നടന്ന് കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ ഇന്ന് അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഈ GT യൂസ് ചെയ്യണവർക്ക് എന്തായാലും ഹെൽപ്പാവും. അവരനുഭവിച്ചിട്ടുണ്ടാവും ഈ സംഭവം. ഈ നോർമൽ മൊബൈൽ ഹോൾഡർ ഇതുമ്പോൾ ഫിക്സ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ തപ്പി നടന്നപ്പോൾ കിട്ടിയ സംഭവമാണ് ഇത് ബോബോ. തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സംഭവം കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളും ഇതെന്തുകൊണ്ടാണ് GTക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു മൊബൈൽ ഹോൾഡർ ആയെന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങൾ കിട്ടുന്നുള്ളത്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാനപ്പോൾ അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ചെറിയൊരു കോമ്പാക്ട് ബോക്സിൽ സംഭവം വരും. ഇത് എന്താ പറയുക, ഇപ്പോൾ ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ 4 to 6.5 ഇഞ്ച് സ്ക്രീനുള്ള എല്ലാ ഫോണും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ 360 റൊട്ടേഷൻ, വാട്ടർ പ്രൂഫ് പ്ലഗും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്നത്. ആ മെയിൻ മൊബൈൽ മൗണ്ട് ഉണ്ടാവും. പിന്നെ ഒരു 1.5 മീറ്റർ വയർ ഉണ്ടാവും, അത് പ്ലഗ് ചെയ്യാനായിട്ട്. ഇത് ചാർജ് ചെയ്യാനും കൂടി പറ്റുന്നതാണ്. പിന്നെ റിയർ വ്യൂ മിറർ മൗണ്ട്, ഇതാണ് നമുക്ക് വേണ്ട സംഭവം. അത് ഞാൻ കാണിച്ചുതരാം എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. പിന്നെ മെറ്റൽ ബക്കിളും സംഭവങ്ങളും, പിന്നെ അതിൻ്റെ ഒരു സ്പേസർ ഉണ്ട് അത് ഫിക്സ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ 2 ടാഗ് കിട്ടും. പിന്നെ ഒരു ഫ്യൂസ് ഉണ്ട്. പിന്നെ ഒരു എലൻ കീ ഉണ്ട് ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മെയിൻ മൗണ്ട് ഇതിൻ്റെ ഉള്ളിലില്ലേ, ഞാൻ ഓൾറെഡി ബൈക്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ഇതിൻ്റെ ഉള്ളിലില്ല. ഇതൊരു ഫേസറാണ്. ഇതൊന്ന്, പിന്നെ എലൻ കീ, പിന്നെ 2 ടാഗ്, പിന്നെ നമ്മുടെ ഒരു ഫ്യൂസും കൂടെ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ മെയിൻ സംഭവം നമ്മുടെ ബൈക്കുമേണ്ട്. എവിടെ പോയി? ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ഊരി വെച്ചതാണ് കാണിച്ചു തരാൻ എളുപ്പത്തിന്. അപ്പോൾ ഇതാണ് മെയിൻ മൊബൈൽ സ്റ്റാൻഡ്. ഓക്കെ, അതിൻ്റെ പുറകിൽ മൊബൈൽ ഹോൾഡറിൻ്റെ സ്വിച്ച്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ USB പ്ലഗ് ചെയ്യാനുള്ള സംഭവം. പിന്നെ ഇത് മൗണ്ട് ഫിക്സ് ചെയ്യാനുള്ള സ്ലോട്ട്. പിന്നെ അതിൻ്റെ കേബിളുണ്ട്. ഓക്കെ, ഇപ്പോൾ കോണ്ടിനെൻ്റൽ GTക്ക് ഈ മൊബൈൽ ഹോൾഡർ ഞാൻ മേടിക്കാൻ കാരണം ഇതുകൊണ്ടാണ്. ഇതിൻ്റെ ഹാൻഡിൽ ബാറിൽ എവിടെയും സ്പേസ് ഇല്ല ഈ സംഭവം നോർമലായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട്. അവിടെയാണ് ഈ സംഭവം നമുക്ക് ആവശ്യമുള്ളത്, ഈ ഹാൻഡിൽ മിറർ മൗണ്ട്. ഇത് ആക്ച്വലി സ്കൂട്ടേഴ്സിനൊക്കെ മറ്റേ മിററിൻ്റെ ഈ സംഭവത്തിൻ്റെ ഇടയിൽ ഫിക്സ് ചെയ്തിട്ട് വെക്കാനുള്ളതാണ് ഇത്. പക്ഷെ ഇത് നമുക്ക് GTക്ക് ഇത് ആവശ്യമുള്ളത് ഇതുകൊണ്ടാണ്. വേറെ എവിടെയും നമുക്ക് സ്പേസ് ഇല്ല ഈ സംഭവം വെക്കാനായിട്ട്. അപ്പം ഞാനിത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് ആദ്യം ഈ ഭാഗം മുകളിൽ വരുന്ന പോലെ ഫിക്സ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ എനിക്കത് എന്തോ ഒരു അപാകത പോലെ തോന്നി. മൊബൈലൊക്കെ വെക്കുമ്പോൾ ഇത് ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന പോലെ ഒരു ഫീല്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഇങ്ങനെ താഴേക്ക് വെച്ചു. പിന്നെ ഈ മൗണ്ട് അതിൽ ഫിക്സ് ചെയ്തു. ഇപ്പോൾ അത് ഞാൻ ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം.
ടൈറ്റ് വെച്ചു. ഇതിങ്ങനെ ഫുൾ 360 ഡിഗ്രി റൊട്ടേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഫോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. സംഭവം ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫോൺ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല സ്റ്റേഡി ആയിട്ട് നിൽക്കും, അടിപൊളി സംഭവമാണ്. പിന്നെ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവം ഈ ചാർജിങ് കേബിളിൻ്റെ വയറിങ് എവിടെ കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞു ഡയറക്റ്റ് ബാറ്ററിയിൽ കൊടുത്താൽ മതി അങ്ങനെയെന്നൊക്കെ. പിന്നെ കുറേ പേര് പറഞ്ഞു ഹെഡ്ലൈറ്റിൻ്റെ ഡോമിൻ്റെ ഉള്ളിൽ അതിനുള്ള സ്പേസ് ഉണ്ട് പ്ലഗ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഞാനതും ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയത് ഇത് എങ്ങനെ ഫിക്സ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അധികം ആരും ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്യണതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡോം ഊരിയിട്ട് അത് ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നുള്ളതും കൂടെ. പിന്നെ ഒരു സംഭവം കൂടെ പറയാൻ വിട്ടുപോയേ. ഇതിൽ ഞാൻ പറഞ്ഞല്ലേ ഈ 2 സ്പേസേഴ്സ് തന്നിട്ടുണ്ടാവും നമുക്ക്. അപ്പം അതിൽ ഞാൻ ഒരെണ്ണമാണ് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഇത് ടൈറ്റ് ചെയ്ത് ഈ മൗണ്ട് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഈ സംഭവം കൂടെ ഉണ്ട്. ഇത് വാട്ടർ പ്രൂഫ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഈ ഒരു കേബിൾ ഓൾറെഡി ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മെയിൽ ഫീമെയിൽ അങ്ങനെ പറയില്ലേ, ഈ സംഭവം വേണം. ഓക്കെ, ഇതിൽ ഫിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡറിൻ്റെ വയറിൻ്റെ എൻഡ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ ഫ്യൂസ് ഒരെണ്ണം എക്സ്ട്രാ കാണിച്ചില്ലേ, അത് ഇവിടെ ഫ്യൂസ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിടാം. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പ്ലഗ് നമ്മുടെ ഓട്ടോമൊബൈൽ ഹാർഡ്വെയറൊക്കെ കിട്ടുന്ന സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും. ഇത് കാണിച്ചു കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ പോയിട്ട് തന്നെ ഒപ്പിച്ചത്. അപ്പോൾ ഈ സംഭവം മേടിക്കുക, ഇതിൽ രണ്ടിലും വയർ കണക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, ഇത് ഇവിടെ ഫിക്സ് ചെയ്യുക. അത്രയുള്ള പരിപാടി, നിസ്സാര പരിപാടിയാണ്. ഓക്കെ, അത് ലോക്ക് ചെയ്തു, ഇത്രേ ഉള്ളൂ. ബാക്കി വയർ ഇതിൻ്റെ ഉള്ളിൽ ചുറ്റി കൂട്ടിയിടുക, ഇത്രേ ഉള്ളൂ ഫിക്സ് ചെയ്യുന്ന പരിപാടി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് മൊബൈൽ ചാർജ് ആവുള്ളൂ. അതിനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ എക്സ്ട്രാ ഉണ്ടായിരുന്ന വയർ മുഴുവൻ ഞാൻ ഡോമിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി ഇത്രയും വയർ മാത്രമേ പുറത്തുള്ളൂ. അപ്പോൾ ഈ ടാഗ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഞാനിനി മൊബൈൽ ഇതുമ്മ വെച്ചിട്ട് റൈഡ് ചെയ്യുമ്പോഴത്തെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇത്ര എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫോൺ കവറൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിലും ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ വെച്ച് കാണിച്ചു തരാം. ഇത്ര എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ടൈറ്റ് സാധനം. ഓക്കെ, നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ കിട്ടും. ഞാൻ ആക്ച്വലി ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാറുണ്ട്. സംഭവം അടിപൊളിയാണ്. പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല സ്റ്റേഡി ആയിട്ടുള്ള മെറ്റീരിയലും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ഈ സംഭവം. ഞാൻ നല്ല റിവ്യൂസൊക്കെ കണ്ടായിരുന്നു ഓൾറെഡി.
അപ്പോൾ ഇത് GTക്ക് അടിപൊളി സാധനമാണ്. ഞാൻ കുറേ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയതാണ് ഇങ്ങനെ ഒരു സംഭവം. അതാ മിറർ മൗണ്ട് ഉള്ളതുകൊണ്ട് ഈസിയാണ് ഫിക്സ് ചെയ്യാനായിട്ട്. അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലർ ഈ ഗ്യാപ്പിലൊക്കെ ഇതൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സംഭവം മേടിച്ച് കഴിഞ്ഞാൽ ഈ മൗണ്ട് ഇവിടെ ഫിക്സ് ചെയ്യുക, ഈസി ആയിട്ട് ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. പിന്നെ ചിലർ ഈ മിററിൻ്റെ ഈ നട്ടിൻ്റെ ഇടയിലും ചെയ്തിരിക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ചും കൂടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് അത്രയും ഭംഗി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം അപ്സൈഡ് ഡൗൺ ആക്കി വെച്ചത് തന്നെ. അത്രയും പൊന്തി നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി അങ്ങനെ വെച്ച് നോക്കിയായിരുന്നു. പിന്നെ ബൈക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ മൊബൈൽ എന്തോ ഇവിടെ ഇരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇത് നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അതിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വീണ്ടും പുതിയ എന്തെങ്കിലും സംഭവങ്ങളായിട്ട് തിരിച്ചു വരാം. ബൈ.